അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ സഫീറിൻ്റെയും റിസ്വാന വക്കീലിൻ്റെയും നിക്കാഹ് ആ സദസ്സിൽ നടന്നപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതെ, റിസ്വാന വക്കീലിൻ്റെ ഉമ്മയും ഉപ്പയും അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ആഗ്രഹിച്ച പുരുഷനെ തന്നെ അവൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അവർ അറിഞ്ഞപ്പോൾ അവർ പടച്ച റബ്ബിനെ സ്തുതിച്ചു. പക്ഷേ ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ തൻ്റെ പ്രിയപ്പെട്ട മോളുടെ വിവാഹത്തിന്. റബ്ബേ, എന്തൊക്കെയായിരിക്കും അത് മറ്റൊന്നുമല്ല, സഫീറിൻ്റെ വീട്ടുകാർ അവനെ കൊണ്ട് മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. പക്ഷേ അത് അവർ അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ സഫീറിനും അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് എന്തൊക്കെയോ സംഭവിച്ചത്. ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതേ, താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പെണ്ണെനിക്ക് സ്വന്തമായിരിക്കുന്നു എന്നുള്ള യഥാർത്ഥത്തിലേക്ക് കടന്നു വരാൻ അവൻ അല്പം സമയമെടുത്തു. എന്നാൽ റിസ്വാന വക്കീലും അങ്ങനെ തന്നെ. എന്ത് ചെയ്യണം, എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് അറിയുന്നില്ല. അതെ, താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സഫീർ തൻ്റെ ഭർത്താവേ, അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പടച്ച റബ്ബിനേക്ക് അവൾ സുജൂദ് ചെയ്യണം എന്ന് അപ്പോൾ തന്നെ അവൾക്ക് തോന്നി. അവൾ പടച്ച റബ്ബിനോട് ശുക്ർ ചൊരിഞ്ഞു. എന്നാൽ മണവാട്ടിയായിക്കൊണ്ടിരിക്കെ അവൾ നേരെ അതാ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. എന്നാൽ ആഷി ഉസ്താദിനും ഹാദിയക്കും എല്ലാവർക്കും അത് വല്ലാത്തൊരു സന്തോഷമായി. വല്ലാത്ത അടിപൊളിയായിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ അവിടേക്ക് കടന്നു വന്നതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരണം നമ്മുടെ ഹാദിയുടെ പിതാവ് കൂടിയായിരുന്നു. ഹാദിയുടെ പിതാവും ആഷി ഉസ്താദും എല്ലാം കൂടി ഒത്തൊരുമിച്ചൊരു സർപ്രൈസ് ആയിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ റിസ്വാന വക്കീൽ വിചാരിച്ചു, എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിരുന്നു പൊന്നുമോളെ, വിവാഹ ദിവസം ഹാഷി ഉസ്താദിൻ്റെ വിവാഹ ദിവസം ഈ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്. അതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ നാണത്താൽ അവളുടെ മുഖം ചുവന്നു. സഫീറിന് മുമ്പിൽ അവൾ നിൽക്കുകയാണ്. എന്നാൽ സഫീറിൻ്റെ ആ മനോഹരമായ വെള്ളാരം കണ്ണുകൾ കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ റിസ്വാന വക്കീലിനെ അവൻ നന്നായി ഒന്ന് നോക്കി. അതെ, താൻ ആഗ്രഹിച്ച തൻ്റെ പെണ്ണ് റബ്ബേ തൻ്റെ ഭാര്യയായിരിക്കുന്നു. ഒട്ടും വിശ്വസിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ ഇത് കല്യാണത്തിൻ്റെ മംഗളാഘോഷങ്ങൾ എല്ലാം കഴിഞ്ഞു തുടങ്ങി. ആളുകളെല്ലാം വീടുകളിലേക്ക് പോകാൻ തുടങ്ങി. ഒരു നിമിഷം സഫീറിൻ്റെ മനസ്സൊന്ന് പതറി. യാ അല്ലാ, എല്ലാവരും മണവാട്ടികളുമായി അവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തു ചെയ്യും എന്നുള്ള രീതിയിലായിപ്പോയി. എന്നാൽ അതെല്ലാം ആദ്യമേ സെറ്റ് ആക്കിയിരുന്നു. അതെ, നമ്മുടെ റിസ്വാന വക്കീലിൻ്റെയും നമ്മുടെ ആഷി ഉസ്താദിൻ്റെയും ഹാദിയയുടെയും സഫീറിൻ്റെയും ആദ്യരാത്രിക്കുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും നമ്മുടെ ഹാദിയുടെ പിതാവ് തന്നെ അവരുടെ ആ വലിയ ബംഗ്ലാവിൻ്റെ മുകളിലുള്ള റൂമിൽ സെറ്റാക്കിയിരുന്നു. 2 മണിയറുകൾ ഒരുമിച്ച് അതെല്ലാം സർപ്രൈസായി തലേ ദിവസം തന്നെ സെറ്റാക്കിയിരുന്നു. ഒന്നും അറിഞ്ഞില്ല ആരും. ശരിക്കും അതാ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ വിവാഹ ദിവസം തന്നെ അവളുടെ ആഗ്രഹം പോലെ കൂട്ടുകാരിയുടേതും കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ പിതാവ്. അതെല്ലാം നടപ്പിലാക്കി. എന്നാൽ സഫീറിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവൻ അക്ഷമനായിക്കൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയുന്നില്ല. എന്നാൽ അല്പം വൈകാതെ അതാ നല്ല വിലപിടിപ്പുള്ള ആ ഒരു വാഹനം അങ്ങോട്ട് കടന്നു വരുന്നു. വധൂവരന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട്. ശരിക്കും അത്ഭുതപ്പെട്ടു. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ ചെറിയൊരു ചിന്തയും പേടിയും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വിചാരിച്ചു, എനിക്ക് അള്ളാഹ് നൽകിയതല്ലേ, അള്ളാഹു നൽകിയതിനെ ഞാൻ സ്വീകരിക്കും, എനിക്ക് വേണ്ടപ്പെട്ടതാണ് ഇത് എന്നാണ് അവൻ മനസ്സിൽ കരുതിയിരുന്നത്. അല്പസമയത്തിന് ശേഷം വധൂവരന്മാരെ വളരെയധികം സന്തോഷത്തോടു കൂടി അതാ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതിൽ ദഫുകളും ഒപ്പനകളും അടങ്ങിയ സംഘങ്ങളും അണിനിരന്നിരുന്നു. എല്ലാവർക്കും മധുര പലഹാരങ്ങളും മിഠായിയും കേക്കുകളും നൽകിക്കൊണ്ട് ആ മനോഹരമായ ആ ഒരു വിവാഹം അവിടെ അതിഗംഭീരമായി തന്നെ
അതാ കഴിയുകയാണ്. എല്ലാവർക്കും മധുര പലഹാരങ്ങൾ നൽകിക്കൊണ്ട് അവർ അവരുടെ വീട്ടിലേക്ക് എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ ഹാദിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഹാദിയുടെ വീട് വളരെയധികം മനോഹരമായി 2 നവദമ്പതികൾക്ക് ഇരിക്കുവാൻ പാകത്തിനുള്ള സ്റ്റേജും കാര്യങ്ങളുമെല്ലാം അവിടെയും സെറ്റാക്കിയിരുന്നു. അവിടേക്കും അവരെ കൊണ്ടുപോയി. അതെ, തൊട്ടടുത്തായിട്ട് നമ്മുടെ സഫീറും റിസ്വാന വക്കീലും ഇരുന്നു. അവർ മുഖത്തോട് മുഖം നോക്കുമ്പോൾ അവർക്ക് തന്നെ നാണം വന്നു. എന്നാൽ ആഷി ഉസ്താദും പാവം ഹാദിയയും അവൾ വീൽ ചെയറിലായിക്കൊണ്ട് അങ്ങനെയും. ശരിക്കും എല്ലാവരും കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ നിമിഷങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. അങ്ങനെയതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അവരവർ മണിയറയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പായി. നമ്മുടെ ആഷി ഉസ്താദിൻ്റെ കുടുംബമെല്ലാം അന്ന് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതായിരുന്നു ആ ഉപ്പയുടെ നിർബന്ധം. ഇന്ന് എല്ലാവരും ഇവിടെയാണ്, ഇന്ന് ഇവിടെയാണ് കല്യാണം. അതെ, ഇന്ന് രാത്രി കല്യാണം ഇതാ ഇവിടെ. ആ പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെയായിരുന്നു. അതവരെല്ലാം ശരിവെക്കുകയും ചെയ്തു. ഹബീബ് ഉസ്താദും നമ്മുടെ കോളേജിലെ എല്ലാ ഉസ്താദുമാരും എല്ലാവരും അവർക്ക് മംഗളാശംസകൾ നേർന്നു. ശരിക്കും ആഷി ഉസ്താദും ഹാദിയയും എല്ലാവരും പറഞ്ഞു ഇതായിരുന്നു ആദ്യമേ മാച്ച്. പക്ഷെ എന്ത് ചെയ്യാൻ, അയാൾ കെട്ടിക്കൊണ്ടുപോയി ആ പെണ്ണിൻ്റെ കാല് ഒടിച്ചു ഇങ്ങ് കൊണ്ടുവന്നിട്ടു. പാവം ആ പെണ്ണ്. എല്ലാവർക്കും ആ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഹാദിയുടെ അവസ്ഥ കണ്ടിട്ട്. എങ്കിലും ഹാദിയ സുന്ദരിയായിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ആഷി ഉസ്താദിന് ഇഷ്ടപ്പെട്ട വേഷത്തിലായിരുന്നു അവൾ അണിഞ്ഞൊരുങ്ങിയിരുന്നത്. എന്നാൽ ഇവിടെ എത്തിയപ്പോഴേ മണവാട്ടിക്കും മണവാളിനുമായിട്ട് വീണ്ടും ഡ്രസ്സുകൾ മാറി. അതിമനോഹരമായ ഡ്രസ്സുകൾ അവരെല്ലാവരും അണിഞ്ഞ് ആദിയുടെ വീട്ടിലെ ആ സുന്ദരമായ സ്റ്റേജിൽ അവരെല്ലാവരും ഇരുന്നു. വീണ്ടും ആളുകൾക്ക് അതൊരു സന്തോഷകരമായ കാഴ്ചയായി. എന്നാൽ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഹാദിയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്. അവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത് ജസീറിന് ഒരു തിരിച്ചടിയായിരിക്കുമല്ലോ. ഈ പെണ്ണിനെ അവൻ ആഗ്രഹിച്ചതാണല്ലോ, ഈ റിസ്വാന വക്കീൽ എന്ന പേരുള്ള പെണ്ണിനെ. അതുമാത്രമല്ല, അവൻ്റെ ഭാര്യയായിരുന്നല്ലോ ഹാദിയ. അവളെയും ഉസ്താദ് അങ്ങ് കല്യാണം കഴിച്ചു. ഓഹോ, അപ്പോൾ എന്തൊക്കെയോ ഒരു പണികളുണ്ട്. തൽക്കാലം മനസ്സിലിരിക്കട്ടെ, അല്പം കഴിഞ്ഞ് അവനോട് പറയാം. എന്നാൽ ആ നിമിഷം തന്നെ അതാ അയാൾ അപ്പുറത്തേക്ക് പോയി ജസീറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. എടാ, നിൻ്റെ മറ്റവളും ഒക്കെ കല്യാണമാണ്, നിൻ്റെ 2 പെണ്ണുങ്ങന്മാരുടെയും കല്യാണമാണ്, നീ ആഗ്രഹിച്ചവരുടെ. എന്നാൽ അത് പറയുവാൻ വേണ്ടിയിട്ടാണ് അവൻ ഫോൺ വിളിച്ചത്. എന്നാൽ ജസീറിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നില്ല. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സ്പോട്ടിൽ പറയണമായിരുന്നു, അവൻ ഇളകി വരണമായിരുന്നു. എന്നിട്ട് ഈ കല്യാണ പന്തലാക്കി അലങ്കോലമാക്കണമായിരുന്നു ഞാനായതുകൊണ്ട്. പക്ഷേ ക്രൂരനായ ആ മരുമകൻ, ആ പിതാവ് എത്രയൊക്കെ സ്വത്തും സമ്പത്തും സമ്പാദ്യമെല്ലാം കൊടുത്തിട്ടും അതെല്ലാം വിറ്റുമുടിച്ച് തിന്ന് കള്ളു കുടിച്ച് വീണ്ടും അതാ ഭാര്യയുടെ അവകാശം വേണമെന്ന് പറഞ്ഞ് വരികയാണ്. കാരണം അവൾക്കുള്ള അവകാശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും അവളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ്. എൻ്റെ മോൾക്ക് പറ്റിയ ചതി, എൻ്റെ മോള് ഇത്രയധികം വലിയ ചതിയിൽ വീണു പോകാൻ പാടില്ലായിരുന്നു. എൻ്റെ മോൾക്ക് ശരിക്കും പറ്റിയ ചതിയാണ് അവൻ. കാരണം അവനെ എത്ര കിട്ടിയാലും തികയൂല. എന്തൊക്കെ കൊടുത്താലും അവനത് വിറ്റ് മുടിക്കും, എന്നിട്ട് കള്ളു കുടിക്കും. അവനുമായിട്ടാണ് ജസീർ കൂട്ടുള്ളത്. പിന്നെ ആ പിതാവ് പറഞ്ഞതാണ് നീ ഇങ്ങോട്ടിനി വരരുതെന്ന്. പക്ഷേ വിവാഹമല്ലേ, പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പക്ഷെ വന്നിട്ടാണെങ്കിൽ അവൻ അവിടെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയാണ്. അതെല്ലാം ജസീറിന് അയച്ചു കൊടുക്കണം. അവനോട് പറയണം ഒരിക്കൽ പോലും ഇവർ 2 കൂട്ടരെയും നേർക്ക് ജീവിക്കാൻ സമ്മതിക്കരുത്. ഹാദിയ ചെറിയ മകളാണെന്ന് വിചാരിച്ച് തലയിലാണ് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഈ വീടും അതിലുള്ളതെല്ലാം ഹാദിയക്ക് അല്ലേ, മറ്റുള്ള മക്കൾക്ക് പുറംപോക്ക് ഭൂമികളും. എന്നാൽ അതെല്ലാം വിറ്റ് ഞാനങ്ങ് മുടിച്ചു. നല്ല തെങ്ങും തോപ്പും കമുകിൻ തോട്ടവും റബ്ബറും എനിക്ക് തന്നിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്കിതിങ്ങനെ കൊതിയാവുമ്പോഴേ ഞാനത് കുറേശ്ശെ അങ്ങോട്ട് വിറ്റ് കളഞ്ഞ് ഇനി ബാക്കിയുള്ളത് കൂടി ഈ വീടും അതിലുള്ളതും കുറച്ചധികം ഉണ്ട്, ഇതും കൂടെ പേരിലാക്കി തരാൻ പറയണം, എങ്കിൽ കഴിച്ചിലായി. പക്ഷെ ഹാദിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ വീടും ആ പറമ്പും ഉള്ളത്. എന്നാൽ അളിയനായ ക്രൂരനായ ജ്യേഷ്ഠത്തിയുടെ ആ ഭർത്താവ് എന്ന് പേരുള്ള അവനിഷ്ടം
അതെ, അവിടെയും കിട്ടണം എന്നതായിരുന്നു. അതിനുവേണ്ടി നിരന്തരം ഭാര്യയെ ഉപദ്രവിക്കുമായിരുന്നു. എന്താടി നിനക്ക്? ഏ നിനക്ക് എന്തിൻ്റെ കേടാ? നീ പോയി പറയടി. നമുക്ക് കുറച്ചുകൂടെ സ്ഥലം വേണമെന്ന് പറയടി. അതെ, നമുക്ക് താങ്ങാനുള്ളതും അതിനപ്പുറം തന്നിരുന്നു കേട്ടോ. ഉപ്പ എത്ര ഏക്കർ തോട്ടം തന്നു, തെങ്ങും തോപ്പ് തന്നു, കമുക് തന്നു, റബ്ബർ തന്നു. അതെല്ലാം നിങ്ങൾ വിറ്റുമുടിച്ചു. എന്നിട്ടിപ്പോൾ ഇനിയും വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ പറയില്ല. ഇനി എൻ്റെ അനിയത്തിമാർക്കൊക്കെ ഉള്ളതാണത്. ഒരിക്കൽ പോലും ഇനി ഞാൻ പറയില്ല. എടീ, നിന്നെ ചവിട്ടിക്കൊല്ലും. പോയി ചോദിക്കടി. എൻ്റെ കടങ്ങൾ ഒരുപാടുണ്ട്. അതെ, കള്ള് കുടിച്ച് കടം കൂട്ടിയിട്ട് കാര്യമില്ല. കള്ളിനെന്താ വില? നല്ല വിലയാണല്ലേ. അതിനൊക്കെ നിങ്ങളെ എൻ്റെ മേത്തുള്ള പണ്ടൊക്കെ മുഴുവനും വലിച്ചൂരി കൊണ്ടുപോയി. പോരാത്തിന് ബാപ്പ തന്ന സ്ഥലങ്ങളെല്ലാം വിറ്റുമുടിച്ചു. അതുകൊണ്ടൊക്കെ കള്ള് കുടിച്ച് തീർത്തു. ഇപ്പോഴും നിങ്ങൾക്ക് കടാണ്. ഇനി അത് വീട്ടാൻ ഞാൻ എൻ്റെ ബാപ്പാൻ്റെ കാൽക്കൽ പോയി വീഴണല്ലേ? നടക്കൂല മോനെ, നടക്കൂല. എടീ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളുടെ മുടി പിടിച്ച് അതാ ചുവരിലേക്ക് തള്ളുകയായിരുന്നു. പാവം ആ പെണ്ണ് എല്ലാം സഹിക്കുന്നു. കാരണം ഇനി ഒരിക്കലും ബാപ്പയുടെ മുമ്പിലേക്ക് അനാഥമായി ഒന്നുമില്ലാത്തവളെ പോലെ ഞാൻ ചെല്ലില്ല എന്ന് വാശിയാണ്. കാരണം ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കുകയാണ് അതിൻ്റെ പേരിൽ അവളെ. എന്നാൽ ഹാദിയക്കുള്ളതാണ് ആ സ്ഥലവും വീടും എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം പെരുകുകയായിരുന്നു. ഹാദിയക്കും ആഷി ഉസ്താദിനും വേണ്ടിയിട്ട് അവിടെ എഴുതി കൊടുക്കുവാൻ നിൽക്കുന്നു ആ ഉപ്പ. കാരണം എനിക്ക് എൻ്റെ മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് എല്ലാം വിറ്റുമുടിച്ചു പോകും. എൻ്റെ ആഷി ഉസ്താദ് മരുമകനാകുമ്പോൾ അവന് വിവരമുള്ളതാണ്. അതുകൊണ്ട് ഒന്നും ഓൻ കേടുവരുത്തില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ രണ്ടും അവരുടെ പേരിലാക്കി കൊടുക്കുവാനാണ് താല്പര്യം. പക്ഷേ അതറിഞ്ഞ മരുമകൻ ഒട്ടും അവന് സഹിക്കുന്നില്ല. എന്തിന് മരുമകൻ്റെ പേരിലാണോ ആക്കി കൊടുക്കേണ്ടത്? അത് എൻ്റെ പേരിലാക്കി തന്നൂടെ? അതൊക്കെയാണ് അവൻ പുലമ്പുന്നത്. അപ്പോഴെല്ലാം ഭാര്യ പറയും, നിങ്ങളെ പേരിൽ തന്നെ തന്നിരുന്നു, സ്ത്രീധനമായിട്ട് എത്രയോ സ്വർണ്ണവും ക്യാഷും എല്ലാം തന്നിരുന്നു, അതെല്ലാം നിങ്ങൾ കളഞ്ഞു. വീണ്ടും സ്ഥലവും തന്നു, നമ്മളെ ബുദ്ധിമുട്ട് തീരട്ടെ എന്ന്. അത് നിങ്ങൾ വിറ്റുമിടിച്ചു. ഇനി ആദ്യക്കുള്ളതും എൻ്റെ മറ്റേ അനിയത്തിക്കുള്ളതും തന്നെ ഉള്ളൂ അവിടെ, അല്ലാതെ നിങ്ങൾക്കുള്ളത് ഇനിയില്ല. നിങ്ങൾ എത്ര അവിടെ പോയി കൈ കാട്ടിയിട്ടും കാര്യമില്ല. ശരിക്കും അവളും ദേഷ്യത്തിൽ തന്നെയാണ് ഭർത്താവിനോട്. എന്നാൽ ഭർത്താവ് ഇപ്പോൾ അത് ആ വിവാഹപ്പന്തലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതെല്ലാം വീക്ഷിക്കുകയാണ്. എല്ലാം ജസീറിന് പറഞ്ഞു കൊടുക്കണം, ജസീറിന് പറഞ്ഞു കൊടുത്തേ തീരൂ. എന്നിട്ട് ഒരു കളി കളിപ്പിക്കണം, അതാ വേണ്ടത്. ഓൻ കൊതിച്ച പെണ്ണ് എന്നോട് പറഞ്ഞിരുന്നു, റിസ്വാന എന്ന് പേരുള്ളൊരു വക്കീലുണ്ട്. ആ വക്കീൽ നല്ല തൊട്ടാൽ ചോര പൊടിയുന്ന സൈസ് മോളാണ്. എനിക്ക് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും സെറ്റാക്കി തരണമെന്ന് എന്നോടും പറഞ്ഞതായിരുന്നു. പിന്നെ മറ്റു കൂട്ടുകാരനോടും അവനോടും പറഞ്ഞതാണ് കാര്യങ്ങൾ. ഏതായാലും അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ഉമ്മാക്കുള്ള ചികിത്സ പണവും ഒക്കെ വാങ്ങിയിട്ട് അത് ആകപ്പാടെ വീട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ വക്കീൽ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടത്. പക്ഷെ അവളെ ഞാൻ കെട്ടിക്കൊണ്ടുവരാം, എന്നിട്ട് ഞാൻ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതായിരുന്നു എന്നോട്. അവനും എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താന്നില്ലേ, അതൊക്കെ നടക്കണം. ജസീറങ്ങ് പറ്റും. പക്ഷേ ഈ പഹയന് ഫോൺ എടുക്കണില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാനാണ് തോന്നുന്നത്. എന്നാൽ അവിടമാകെ മംഗളത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒരാളുടെ മനസ്സ് മാത്രം ഉരുകുകയായിരുന്നു, അളിയൻ്റെ മനസ്സ്. അതെ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിൽ അങ്ങ് ചീറിപ്പാഞ്ഞു പോകുമ്പോൾ എല്ലാവരോടായി പറഞ്ഞു, എന്ത് കല്യാണമാണിത്, എന്ത് കല്യാണമാണ്, സ്വന്തം മകൾക്ക് തരാൾ തന്നിട്ടില്ല, എന്നിട്ടപ്പോൾ അവരുടെ ആർഭാടം. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ശരിക്കും മരുമകൻ്റെ ആ ഒരു തുള്ളൽ കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്. എന്താലേ അയാൾ അങ്ങനെ ഒരു ജാതൊരു സ്വഭാവമാണ്. പാവ ആ പെണ്ണ്, നല്ലൊരു പെണ്ണായിരുന്നു. എന്താ ചെയ്യുക, പ്രേമത്തിൽ പെട്ടുപോയ പിന്നെ അങ്ങനെ തന്നെ. പിന്നെ ഇപ്പം ഇങ്ങനത്തെ സ്വഭാവക്കാരെ കിട്ടിയാൽ ആകെ ഇടങ്ങാറാവും. കുടിച്ചിക്കണമെന്നാവും, പിടിച്ച് പുറത്താക്കണ്ടിരുമെന്നാവും. എന്നാൽ ഈ സമയം ഹാദിയുടെ ഉപ്പയോടായിട്ട് ആ മരുമകൻ പറയുന്നു, അതേ, ഇത് മുഴുവനായിട്ട് നിങ്ങൾ ദൂരത്തടിച്ച് കളയണ്ട, ഇവിടെ വേറെയും മക്കളുണ്ട്. ഒരു മോൾക്ക് വേണ്ടി മാത്രം ഇത്രയും വലിയ കല്യാണം നടത്താൻ എവിടെ പറഞ്ഞിരിക്കണത്? അതിനൊക്കെ കണക്ക് വേണ്ടി കേട്ടോ. എന്നാൽ ആ മരുമകനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അടങ്ങി നിൽക്ക്, നിനക്ക് തരാനുള്ള ഞാൻ പള്ള നിറച്ചും തന്നിക്കണ്. എൻ്റെ മോളെ കെട്ടിച്ച് തന്നപ്പോഴേ നിനക്ക് ഒന്നും അപ്പം നീ ഒളിച്ചോടിയതാണ്, പിന്നെ വന്ന് ചോദ്യം തുടങ്ങിയതാണ്, എനിക്കറിയാം. പക്ഷെ എന്നാലും എൻ്റെ മകൾക്ക് മാന്യമായി കൊടുക്കാനുള്ള 100 പവൻ സ്വർണം കാറൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തതാണ്. പക്ഷെ പിന്നീട് എൻ്റെ റബ്ബറും എൻ്റെ കമുകും തോട്ടും തെങ്ങും ഒക്കെ നിനക്ക് ഏക്കർ കണക്കിന് ഞാൻ തന്നു. പക്ഷെ നീ ഒന്നും കടം വീട്ടാണെന്ന് പറഞ്ഞിട്ട് നീ അതൊക്കെ വിറ്റ് മുടിച്ച് കള്ള് കുടിച്ച് നടന്നു അല്ലേ? അതിൽ നിന്നൊരു വീട് നീ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിനക്ക് എത്ര ഇതായിരുന്നു? അതും നീ ചെയ്തില്ല. എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ മുതലാണ് നീ കേടെടുത്തിയത്?
അതെ, ഈ സദസ്സ് നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് കിട്ടാനുള്ള ഇവിടെ കിട്ടേണ്ടി വരും. എന്തൊരു ദൂർത്താണിത്, എന്തൊരു കല്യാണം അത്. അല്ല, നിങ്ങൾ കണ്ണി കണ്ട ആൾക്കാരെ മുഴുവനും കല്യാണം കഴിച്ച് കെട്ടിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇവിടെ നിർബന്ധമുണ്ടോ? ശരിക്കും അവൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ആ പിതാവിന് ദേഷ്യമാണ് വന്നത്. പഠിച്ചോൻ അവനോട് പറയേണ്ടിയില്ലായിരുന്നു, എൻ്റെ മോളെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് തോന്നി. ഒരു സുഖവും സമാധാനം തരാതെ അവനിങ്ങനെ ഞൊടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം സന്തോഷത്തോടു കൂടി ആഷി ഉസ്താദും ഹാദിയയും നമ്മുടെ സഫീറും റിസ്വാൻ വക്കീലും അവരതാ മണിയറയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹാദിയയുടെ വീൽ ചെയർ തള്ളിക്കൊണ്ട് നമ്മുടെ ഷെഫി ഉസ്താദ് ആ മണിയറയിലേക്ക് കടക്കുന്നു. മകൾക്ക് സൗകര്യത്തിന് വേണ്ടി ലിഫ്റ്റും കാര്യങ്ങളുമെല്ലാം തയ്യാറാക്കിയിരുന്നു. ആ വീട്ടിൽ ലിഫ്റ്റിലേക്ക് ആ വീൽ ചെയർ തള്ളിക്കയറ്റി. എന്നാൽ ആ നിമിഷം ഹാദിയ ആഷി ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി. ഉസ്താദേ, ബുദ്ധിമുട്ടായോ? എൻ്റെ പെണ്ണെ, എന്ത് ബുദ്ധിമുട്ട്, നീ എൻ്റെ ഭാഗ്യമല്ലേ. അങ്ങനെ അതാ അവർ മണിയറയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ഷെഫി ഉസ്താദ് അതാ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് മണിയറയിലെ ബെഡിലിരുത്തി. എൻ്റെ പെണ്ണിന് എനിക്ക് നല്ലോണം പൊന്തുട്ടോ. അതെ, അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് അതാ ഉസ്താദിൻ്റെ കൈകൾ അവളുടെ തലയിൽ വെച്ചു. അതെ, ആ പ്രാർത്ഥന ചൊല്ലി ആദ്യരാത്രി ആദ്യമായി ഭാര്യയെ മണിയറയിൽ വെച്ച് കാണുമ്പോൾ ചൊല്ലാനുള്ള ആ ഒരു ദിക്ർ തലയിൽ വെച്ചുകൊണ്ട് ചൊല്ലി. വളരെയധികം സന്തോഷത്തോടു കൂടെ എൻ്റെ പെണ്ണെ, എന്നാൽ ആ ഡ്രസ്സെല്ലാം ഞാനൊന്ന് അഴിച്ചു തരട്ടെ എൻ്റെ പെണ്ണെ, മണവാട്ടി വേഷത്തിലുള്ള ഈ ഡ്രസ്സുകൾ. എന്നാൽ അവൾ നാണിച്ചു. അല്ലോ ഉസ്താദേ. എന്താ പെണ്ണെ, വരൂ, അതിനു മുമ്പ് നമുക്ക് 2 റക്കാത്ത് നമസ്കരിക്കാം. അങ്ങനെ അത് ഹാദിയെ വീണ്ടും കൊണ്ടുപോയി ചെയ്തു കൊടുത്തു. എൻ്റെ പെണ്ണെ, നമുക്ക് 2 പേർക്കും നിസ്കരിക്കാം, അള്ളാഹുവിന് നന്ദി പറയാം ആദ്യം തന്നെ. അങ്ങനെ അത് അവർ 2 പേരും നമസ്കരിക്കുന്നു. പാവം ഹാദിയ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് നിസ്കരിക്കുന്നത്. ഔറത്ത് നല്ല രീതിയിൽ മറച്ച് ആ മണവാട്ടിയുടെ വസ്ത്രത്തിൽ തന്നെയാണ് അവൾ നിസ്കരിക്കുന്നത്. ശരിക്കും ഷെഫി ഉസ്താദ് അത് കണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, എൻ്റെ കൂടെ നിന്ന് നിസ്കരിക്കുവാനുള്ള ബലം നീ അവൾക്ക് നൽകല്ല. ആദ്യ രാത്രി മണിയറയിൽ വെച്ച് ആദ്യം തന്നെ അതായിരുന്നു ഷെഫി ഉസ്താദ് ദുആ ചെയ്തത്. അവളുടെ മനോഹരമായ കാലുകൾ പതുക്കെ ഷെഫി ഉസ്താദ് ഒഴിഞ്ഞു കൊടുത്തു. അല്ലാഹ് റഹ്മാനെ, നീ എല്ലാം കഴിവുള്ളവനല്ലേ. ഇവളുടെ കാലുകൾക്ക് റഹ്മാനെ നീ ശേഷി നൽകല്ല. എനിക്ക് എങ്ങനെയായാലും ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് അവളുടെ ഇഷ്ടത്തിൽ നടക്കുവാനുള്ള ശേഷി നീ നൽകല്ല. ഷെഫി ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആ കണ്ണുനീർ കണ്ട് ഹാദിയക്ക് വല്ലാത്ത സങ്കടമായി. എന്നാൽ അപ്പോഴേക്കും ഷെഫി ഉസ്താദ് അവളെ നെഞ്ചോട് ചേർത്തു. അവളുടെ നെറുകിൽ ചുംബനങ്ങൾ അർപ്പിച്ചു. ഉസ്താദേ, ആദ്യമേ ആഗ്രഹിച്ചത് ഞാൻ ഇതായിരുന്നു. അറിയാം, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വിധി വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ റിസ്വാൻ വക്കീലും സഫീറും മറ്റൊരു മണിയറയിൽ. ഷഫീറിൻ്റെ ആ ഒരു മനോഹരമായ വെള്ളാരം കണ്ണുകൾ അത് റിസ്വാൻ വക്കീലിനെ നോക്കുമ്പോൾ അത് അവൾക്ക് വല്ലാത്തൊരു നാണം തോന്നി. അതെ, വല്ലാത്തൊരു നോട്ടമായിരുന്നു അത്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ സഫീറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഒരു നിമിഷം അവൻ ഭയന്നു പോയി. അവൻ ഞെട്ടിത്തരിച്ചു പോയി. യാ അല്ലാഹ്, ആരാ സഫീർ? അത് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് തന്നോട് ചോദിക്കുമ്പോൾ സഫീറിന് ഉത്തരമില്ലായിരുന്നു. റബ്ബേ, ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലായിരുന്നു. ആരായിരിക്കും നമ്മുടെ സഫീറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കട്ടുറുമ്പാവാൻ ആരെങ്കിലും എന്തെങ്കിലും ഒറ്റുകൊടുത്തോ, എന്തെങ്കിലും പറഞ്ഞോ? എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ പ്രിയപ്പെട്ട സഫീറിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ അത്രക്കും വളരെയധികം വിഷമകരമായൊരു വാർത്ത കേൾക്കേണ്ടി വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.